വടക്കാഞ്ചേരിയിലെ ബ്യൂട്ടി സിൽക്സിന്റെ ഏറ്റവും വലിയ ഷോറൂമിനൊപ്പം ആഘോഷങ്ങൾ വലുതാവുന്നു. ഒരുക്കങ്ങൾ കൂടുതൽ ബ്യൂട്ടിഫുൾ ആവുന്നു. സ്വപ്നങ്ങളിൽ പുത്തൻ വർണ്ണങ്ങൾ നിറഞ്ഞെത്തുന്നു. ഇനി ഓരോ കല്യാണങ്ങളും ആഘോഷങ്ങളും കളർഫുൾ ആവുന്നു. നിങ്ങളുടെ മനസ്സറിഞ്ഞ കളക്ഷനുകൾ തിരഞ്ഞെടുക്കാൻ അനേകം സെലക്ഷനുകളുമായി നിങ്ങൾ ആഗ്രഹിച്ച വിലക്കുറവിൽ വടക്കാഞ്ചേരിയിലെ ഏറ്റവും വലിയ വെഡിംഗ് സെന്ററായ ബ്യൂട്ടി സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം. ഓരോ ഒരുക്കങ്ങളും ബ്യൂട്ടിക്കൊപ്പം. വടക്കുംനാഥനെ വണങ്ങി മൈത്രാപ്പോലീത്ത തിരുമേനിയെ സന്ദർശിച്ച് മന്ത്രിയായ ശേഷം ശക്തന്റെ തട്ടകത്തിൽ തിരിച്ചെത്തി. കേന്ദ്ര മന്ത്രിസഭയിൽ സഹമന്ത്രിയായി ചുമതലയേറ്റ ശേഷം സ്വന്തം മണ്ഡലമായ തൃശൂരിലെത്തിയ സുരേഷ് ഗോപിക്ക് ആവേശത്തിമിർപ്പാർന്ന സ്വീകരണം. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയ അദ്ദേഹത്തെ പൂക്കൾ വിതറിയും താമരമാല അണിയിച്ചും കതിർക്കുല സമ്മാനമായി നൽകിയുമാണ് പ്രവർത്തകർ വരവേറ്റത്. മുൻകൂട്ടി അറിയിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്റർസിറ്റി എക്സ്പ്രസിലാണ് അദ്ദേഹം എത്തിയത്. 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ തിങ്ങി നിറഞ്ഞ പ്രവർത്തകരുടെ മുദ്രാവാക്യം വിളിയിലേക്കാണ് ജനനായകൻ വന്നിറങ്ങിയത്. ചെണ്ടമേളവും പുഷ്പവൃഷ്ടിയുമൊക്കെയായി ആവേശപൂരമായിരുന്നു സ്റ്റേഷനിൽ. പാർട്ടി പതാകകളും സുരേഷ് ഗോപിയുടെ വലിയ ചിത്രങ്ങളുള്ള പോസ്റ്ററുകളും ഉയർത്തിയായിരുന്നു അണികളുടെ സന്തോഷ പ്രകടനം. മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് പ്രവർത്തകർ എത്തിയിരുന്നു. ചെറുപ്പക്കാരുടെയും സ്ത്രീകളുടെയും സാന്നിധ്യവും പ്രകടമായി. 6 മിനിറ്റോളം വൈകിയാണ് ട്രെയിനെത്തിയത്. സ്റ്റേഷൻ കവാടം മുതൽ തന്നെ പ്രവർത്തകരും നാട്ടുകാരും നേതാവിനെ കാണാനും മൊബൈലിലാക്കാനുമായി തിങ്ങി നിറഞ്ഞിരുന്നു. സാധാരണ യാത്രക്കാർക്ക് പരമാവധി ബുദ്ധിമുട്ട് ഒഴിവാക്കിയുള്ള വിധത്തിലായിരുന്നു ക്രമീകരണം. തീവണ്ടി ഇറങ്ങിയ കേന്ദ്രമന്ത്രി കുറച്ചുനേരം അണികളുടെ ആവേശത്തിന് വശംവദനായി നിന്നുകൊടുത്തു. സ്വീകരണത്തിനു ശേഷം മാധ്യമപ്രവർത്തകരുമായി ചെറിയൊരു സംവാദവും നടന്നു. തുടർന്ന് ശീഘ്രഗതിയിൽ സ്റ്റേഷൻ കവാടത്തിലേക്ക് സുരക്ഷാ ഭടന്മാർക്കിടയിലൂടെ മന്ത്രി നടന്നു നീങ്ങി. ജയ് വിളികളുമായ പുരുഷാരംഭം പിന്നാലെയും. സ്റ്റേഷനിൽ നിന്ന് നേരെ മാർ അപ്രേമിന്റെ 84-ാം പിറന്നാൾ ആഘോഷത്തിൽ പങ്കെടുക്കാനായി അരമനയിലേക്ക് തിരിച്ചു. BJP ജില്ലാ പ്രസിഡന്റ് KK അനീഷ് കുമാർ, നേതാക്കളായ V ഉണ്ണികൃഷ്ണൻ, A നാഗേഷ്, B ഗോപാലകൃഷ്ണൻ, KR ഹരി, M സമ്പൂർണ തുടങ്ങിയ നേതാക്കളുടെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം. ന്യൂസ് ഡെസ്ക് എനിടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനിടൈം ന്യൂസ്.